ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തപാൽ വകുപ്പിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത 7ാം ക്ലാസ് ആണ്. വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പാലക്കാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പാലക്കാട് ഇൻഷുറൻസ് തപാൽ ഡിവിഷനിൽ പോസ്റ്റൽ ലൈഫ് ഗ്രാമീണ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധിയില്ല. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായവരും പാലക്കാട് പോസ്റ്റൽ ഡിവിഷൻ പരിധിയിൽ സ്ഥിര താമസമുള്ളവരുമായിരിക്കണം. തൊഴിൽ രഹിതർ, സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ, മുൻ ഇൻഷുറൻസ് ഏജന്റുമാർ, RD ഏജന്റ്, വിമുക്ത ഭടന്മാർ, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. വിരമിച്ച സർക്കാർ ജീവനക്കാരെ ഫീൽഡ് ഓഫീസറായും നിയമിക്കുന്നതാണ്. താല്പര്യമുള്ളവർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റ് യോഗ്യതകൾ തെളിയിക്കുന്ന രേഖകളുടെ അസലും കോപ്പിയും സഹിതം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ സൂപ്രണ്ട് ഓഫീസിൽ മെയ് 20 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർ 5000 രൂപയുടെ NSC ഡെപ്പോസിറ്റ് കെട്ടിവെക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് 15 വണ്ടൂർ ബ്ലോക്ക് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണ്. കൂടാതെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. കൂടിക്കാഴ്ച രാവിലെ 10:30 അടുത്തത് ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത അംഗീകൃത ഡയാലിസിസ് ടെക്നീഷ്യനിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. കൂടാതെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. കൂടിക്കാഴ്ച നടക്കുന്നത് രാവിലെ 11 മണിക്കാണ്. അടുത്തത് കോർഡിനേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിലോ വിദ്യാഭ്യാസ വകുപ്പിലോ ജോലി ചെയ്ത് വിരമിച്ച 60 കവിയാത്തവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടിക്കാഴ്ച നടക്കുന്നത് രാവിലെ 11:30. അടുത്തത് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത 7ാം ക്ലാസ് ആണ്. കൂടാതെ ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 6 മാസത്തേക്ക് ട്രെയിനികളെ നിയമിക്കുന്നുണ്ട്. 3 വർഷം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ എന്നിവയിൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 10,000 രൂപയാണ് പ്രതിമാസ വേതനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 19 വൈകുന്നേരം 5 മണിക്ക് മുൻപായി shealthmalappuram@gmail.com എന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. വൈകി വരുന്നതോ നേരിട്ടോ ഉള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. മെയ് 20 DMO ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. അസോക് മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട്. +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, PG യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. വിവിധ മേഖലയിലുള്ള തൊഴിലവസരങ്ങൾ മേളയുടെ ഭാഗമായി ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ മെയ് 17 രാവിലെ 9 മണിക്ക് മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത VHSC MLT അല്ലെങ്കിൽ +2 സയൻസ് പാസ്സായിരിക്കണം. 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 6 മാസ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എറണാകുളം മെഡിക്കൽ കോളേജിലെ CCM ഹാളിൽ മെയ് 15 രാവിലെ 11:30 നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. അന്നേ ദിവസം രാവിലെ 10:30 മുതൽ 11 വരെയായിരിക്കും രജിസ്ട്രേഷൻ. സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത +2 സയൻസ്, GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും KNC രജിസ്ട്രേഷനുമാണ്. പ്രായപരിധി 2025 ജനുവരി 1, 18, 36 മധ്യയായിരിക്കണം.
താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം മെയ് 16-ന് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന എഴുത്തു പരീക്ഷയിലും ഇന്റർവ്യൂവിലും പങ്കെടുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10 മുതൽ 11 മണി വരെയായിരിക്കും. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.